പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 15-ാം ദിവസം. റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു. യൗസേപ്പ് ദാവീദ് ഗോത്രജനായിരുന്നതിനാൽ നസറത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പരിശുദ്ധ മറിയത്തെയും കൂട്ടി പുറപ്പെട്ടു. ലൗകിക അധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധ യൗസേപ്പും ബെത്ലഹേമിലേക്ക് പോയി. സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും യാത്രാക്ലേശത്താൽ പരിക്ഷീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു. പക്ഷേ ഇവിടെ സ്ഥലമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. അവസാനം അവർ സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി. അവിടെയും സ്ഥലം ലഭിക്കാതിരുന്നതിനാൽ അവർ ഭഗ്നാശരായി കഥനഭാരത്തോടുകൂടി കന്നുകാലി തൊഴുത്തിൽ അഭയം തേടി. ഇത് ദിവ്യജനനയ്ക്ക് എത്ര വേദനാജനകമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജപം. പരിശുദ്ധ കന്യകയെ, അങ്ങേ വിരക്ത ഭർത്താവായ യൗസേപ്പിനോടുകൂടി ബെത്ലഹേമിലേക്ക് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേകിക്കട്ടെ. അങ്ങും അങ്ങേ ദിവ്യസൂതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ. സുഹൃത ജപം. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹമാക്കണമേ. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹമാക്കണമേ. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹമാക്കണമേ.